ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ യാത്രയിൽ നമ്മുടെ സഹവിശ്വാസികൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മളിലൊക്കെ സംശയവും കോപവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരു സമൂഹം എന്ന നിലയിൽ നാം ഉടനെ അതിന് എതിരായിട്ട് പ്രതികരിക്കുകയാണോ, അതോ വിവേകത്തോടെ സംസാരിക്കുവാൻ തയ്യാറാകുകയാണോ ചെയ്യുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന ഒരു സംഭവം യോശുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാഗ്ദത്ത ദേശം കീഴടക്കിയ ശേഷം യോർദാൻ്റെ കിഴക്ക് ഭാഗത്ത് തങ്ങളുടെ അവകാശം സ്വീകരിച്ച രൂബേൻ, ഗാദ്, മനശ്ശയുടെ പാതി ഗോത്രം എന്നിവരെ യോശുവ അനുഗ്രഹിച്ച് തിരിച്ചയക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ. എന്നാൽ അവർ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങുന്ന വഴിക്ക് ഒരു വലിയ യാഗപീഠം പണിയുന്നു. അതിനെക്കുറിച്ചാണ് 22-ാം അധ്യായത്തിലെ കഥ തുടങ്ങുന്നത്. ഇത് കണ്ടിട്ട് യോർദാന് പടിഞ്ഞാറുള്ള മറ്റ് ഇസ്രയേൽ ഗോത്രങ്ങളാകെ പരിഭ്രാന്തരാകുകയാണ്. യഹോവയുടെ ആലയം ഒരിടത്ത് മാത്രം മതി എന്ന നിയമം ഉണ്ടായിരിക്കെ എന്തിനാണ് ഇവർ പുതിയൊരു ആരാധനാ കേന്ദ്രം പണിയുന്നത്? ഇവർ യഹോവയോട് മത്സരിക്കുകയാണോ എന്നൊക്കെ അവർ തെറ്റിദ്ധരിക്കുന്നതായിട്ട് കാണാം. അത് വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കേണ്ടുന്ന ഗുരുതരമായിട്ടുള്ളൊരു പ്രതിസന്ധി അവിടെ നമുക്ക് ഉടലെടുക്കുന്നതായിട്ട് കാണാം. എന്നാൽ പടിഞ്ഞാറൻ ഗോത്രങ്ങൾ ബുദ്ധിപൂർവം ഒരു തീരുമാനമെടുത്തു. അവർ എടുത്തു ചാടി യുദ്ധത്തിന് പോകാതെ പുരോഹിതനായ ഫിനെഹാസിൻ്റെ നേതൃത്വത്തിൽ ഓരോ ഗോത്രത്തിൽ നിന്നുമുള്ള നേതാക്കന്മാരെ കിഴക്കൻ ഗോത്രത്തിലേക്ക് സത്യമറിയാൻ വേണ്ടി അന്വേഷിച്ച് അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കിഴക്കൻ ഗോത്രങ്ങൾ അവർക്ക് വ്യക്തമായിട്ടുള്ള മറുപടി നൽകി, ഞങ്ങൾ മത്സരിക്കുകയല്ല, ഞങ്ങളൊരു യാഗപീഠം പണിത് അത് യാഗങ്ങളൊന്നും അർപ്പിക്കുവാനല്ല, മറിച്ച് ഭാവിയിൽ നമ്മുടെ മക്കൾ തമ്മിലൊരു വേർതിരിവ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ആ യാഗപീഠം അവിടെ പണിഞ്ഞത്. ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരേ ദൈവമാണെന്ന് സ്ഥാപിക്കുവാനുള്ളൊരു സാക്ഷിയായിട്ടാണ് ആ യാഗപീഠം പണിത് എന്ന്. ഇവിടെ തെറ്റിദ്ധാരണ മാറി യുദ്ധമൊക്കെ ഒഴിവാക്കി അവർ ആ യാഗപീഠത്തിന് സാക്ഷി അല്ലെങ്കിൽ ഏട് എന്ന് പേര് നൽകിയായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ യോശുവ 22-ാമത്തെ അധ്യായത്തിലെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ യോശുവയുടെ 22-ാം അധ്യായം എന്താണ് നമ്മളോട് പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, പടിഞ്ഞാറൻ ഗോത്രങ്ങൾ എടുത്തു ചാടി യുദ്ധത്തിന് പോകാതിരിക്കുന്നതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ പാഠമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബത്തിലോ സഭയിലോ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദത്തിലോ ഒക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഉടൻ വിധിക്കുന്നതിന് പകരം എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുവാൻ നമ്മൾ തയ്യാറാകണം എന്നാണ് ഈ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. തിരുവെഴുത്തിൽ പറയുന്നു, പ്രതികൂലം വരും മുമ്പേ ഉത്തരം പറയുന്നവന് അത് ഭോഷത്വവും ലജ്ജയുമാകുന്നുവെന്ന് സദൃശ്യവാക്യത്തിലെ തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. സദൃശ്യവാക്യം 18-ാം അധ്യായം 13-ാം വാക്യത്തിൽ പ്രതികൂലം വരുന്നതിന് മുമ്പേ ഉത്തരം പറയുന്നവൻ അത് ഭോഷത്വവും ലജ്ജയുമാകുന്നു എന്ന്. കിഴക്കൻ ഗോത്രക്കാരുടെ ഉദ്ദേശം നല്ലതായിരുന്നുവെങ്കിലും അവർ അത് മുൻകൂട്ടി അറിയിക്കാത്തത് തെറ്റിദ്ധാരണയ്ക്ക് വഴിയൊരുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പ്രവർത്തനങ്ങളും മറ്റുള്ളവർക്ക് സംശയമുണ്ടാക്കുന്നുവെങ്കിൽ നമ്മുടെ ലക്ഷ്യം ബോധ്യമാക്കുവാൻ നമ്മളും ബാധ്യസ്ഥരാണ്. എപ്പോഴും തുറന്ന സംഭാഷണങ്ങളാണ് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നത് എന്നതാണ് അതിൻ്റെ വാസ്തവം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കട്ടെ എന്നാണ് സെക്കരിയാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്.
ഇവിടെ നമുക്ക് ഇന്നത്തെ ജീവിതവുമായിട്ട് നമ്മൾ യോശുവയുടെ 22-ാം അധ്യായം താരതമ്യപ്പെടുത്തുമ്പോൾ അവർ തമ്മിൽ ശത്രുത ഉണ്ടാകുവാൻ കാരണമായിട്ടൊരു വിഷയം അവസാനം അവരെ ദൈവത്തിൽ കൂടുതൽ ഒന്നിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അത് ഇന്നത്തെ സമൂഹങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ യോശുവ 22 പോലെ നമ്മെ ഭിന്നിപ്പിക്കരുത്. യേശുക്രിസ്തുവിലുള്ള നമ്മുടെ പൊതുവായ വിശ്വാസം എല്ലാ വേർതിരിവുകളെക്കാട്ടും വലുതാണ് എന്ന സത്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. 2 കൊരിന്ത്യർ 13-ാം അധ്യായം 11-ാം വാക്യം പ്രകാരം പറയുന്നു, അങ്ങനെ ചെയ്താൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, യോശുവ 22 ഈ കഥ നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉടൻ വിധിക്കാതെ അതേപ്പറ്റി ഒന്ന് അന്വേഷിക്കുക. നമ്മുടെ ഉദ്ദേശം മറ്റുള്ളവരോട് വ്യക്തമാക്കുക. എല്ലാത്തിനും ഉപരി ക്രിസ്തുവിലുള്ള ഐക്യം കാത്തു സൂക്ഷിക്കുക. ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അനേകം തകരുന്ന ബന്ധങ്ങളെ നമുക്ക് രക്ഷിക്കുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലും ഈ പാഠം പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സന്ദേശം ഉപകാരപ്രദമാണെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.